നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക്. ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യമല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ ചെയ്തേക്കാം എന്ന്. ഓക്കെ, അപ്പോൾ എന്നെ പച്ചക്കറി കച്ചവടത്തെക്കുറിച്ചുള്ള സംശയ നിവാരണമാണ് ഇവിടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ എഴുന്നേറ്റിരുന്നൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാട്ടോ കിടക്കുന്ന. കൂട്ടുകാരൊന്നും വിചാരിക്കല്ലേ, ഒന്നും പറയണ്ട ഗൈസ്. വീഡിയോ ചെയ്യാൻ നേരത്തതായി ഇത് സാധനം കയറി വന്നത്. ഓക്കെ, എന്നാൽ പിന്നെ കുറച്ച് നേരം അതിൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോയുടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചോദിക്കും വെള്ളക്കുപ്പായം അണിഞ്ഞ് ഞങ്ങളെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണോ? ഞങ്ങളെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കില്ലേ? വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല, അതിനാ വീഡിയോ എടുക്കുന്നതിനാ. ഓറഞ്ചോ വാവോ, ഉണ്ണി വാവോ, അല്ല സോറി, മബിന് വാവോ. ഞാൻ കൂട്ടില്ല. അടി 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 അടി. ക്യാമറ എടുക്കുന്നതിന്റെ ദേഷ്യമാ. എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ആക്ച്വലി എനിക്ക് വയ്യാത്തത് കൊണ്ട് എവിടെയും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ആവുന്നു. എന്നാന്ന് വെച്ചാൽ ഒട്ടും വയ്യാണ്ടായി, ബോഡി തീർത്തും ഭയങ്കരമായിട്ട് വയ്യാണ്ടായി. ഞാൻ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേക്ക് കച്ചവടം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അത് നാളെയും കൂടി നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. കാരണം അല്ലെങ്കിൽ പിന്നെ വയ്യാണ്ടാവത്തില്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങി അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നില്ലല്ലോ. ഡെയിലി വൈകിട്ട് മാർക്കറ്റിൽ പോവുക, രാവിലെ ക്ലീനാക്കി വൈകിട്ട് കൊടുക്കുക, അങ്ങനെയാണല്ലോ. കച്ചവടം കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോയി മേടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളോട് പറയാമല്ലേ, എങ്ങനെയാണെന്നുള്ള കാര്യം, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. പച്ചക്കറി കച്ചവടം നമ്മൾ തുടങ്ങുന്നത് എൻ്റെ കയ്യിലുള്ള ചെറിയൊരു പൈസ ഉണ്ടായിരുന്നു, ഒരു 500 രൂപ. ആ 500 രൂപ വെച്ചിട്ടാണ് നമ്മളിത് തുടങ്ങിയത്. അപ്പോൾ ഈ 500 രൂപയിൽ പാക്കിങ്ങിൻ്റെ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പച്ചക്കറി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മേടിക്കാൻ പോയതിനൊരു വണ്ടിക്കൂലി, അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്കൊരു വണ്ടിക്കൂലി, രാവിലെ ഇത് കച്ചവടത്തിന് കൊണ്ടുപോകാനൊരു വണ്ടിക്കൂലി, അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റിലേക്ക് വണ്ടിക്കൂലി, മാർക്കറ്റിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വണ്ടിക്കൂലി. ഇത്രയും എനിക്ക് എക്സ്പെൻസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭമല്ല, സന്തോഷം എന്ന് പറഞ്ഞ സാധനമുള്ളൂ. മനസ്സ് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതുണ്ട്, സാറ്റിസ്ഫാക്ഷനാണ്. ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത 100% കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നല്ല കസ്റ്റമേഴ്സ് സർവീസാണ്. എറണാകുളം പോലുള്ള സിറ്റി ആയതുകൊണ്ടായിരിക്കാം നല്ല സർവീസാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തതെന്നു വെച്ചാൽ എനിക്ക് വീഡിയോ അങ്ങനെ എടുത്തു തരാൻ ആരില്ല, പിന്നെ എനിക്കങ്ങനെ എടുക്കാനും ആവത്തില്ലല്ലോ. അതുകൊണ്ടാണ് അതിനുള്ളൊരു പണി നമ്മൾ എന്തെങ്കിലും നോക്കാം. പിന്നെ ഞാനൊരു കാര്യം എല്ലാവരോടും പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്ത് സാധനം തുടങ്ങിയാലും അത് നല്ലതാണ്, പക്ഷേ അത് നല്ലതായി വരാൻ കുറച്ച് സമയം എടുക്കും. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് 1,00,000 രൂപ കച്ചവടം ഉണ്ടാവണമെന്ന് പറയാൻ പറ്റുമോ? അതൊന്നുമില്ല. ചെറിയ ഒരു 50 രൂപ, 100 രൂപ, പിന്നെ അത് 200 ആവും, പിന്നെ 300 ആവും, പിന്നെ 1000 ആവും, 2000 ആവും, 5000 ആവും, 10000 ആവും, 1,00,000 ആവും. ഓക്കെ, അതിനൊരു സമയമുണ്ട്. ആ സമയത്തുനിന്ന് നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടൊന്നും പണക്കാരനാവാനുള്ള മാജിക്കൊന്നും ദൈവം തമ്പുരാൻ അറിയത്തില്ല, ദൈവം തമ്പുരാൻ ചെയ്തു തരത്തുമില്ല. ഹാർഡ് വർക്ക് ചെയ്യണം, അത്ര തന്നെ. അപ്പം പിന്നെ 1-2 പേര് ചോദിച്ചാൽ നിനക്ക് ഇന്ന് ഷെയിം കേടാവില്ലേ ഈ നല്ല പൊസിഷനിൽ ഇരുന്നിട്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് ഷെയിം കേടാവുന്നത്? എൻ്റെ ജോബ് എനിക്ക് എടുക്കാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എന്ത് നാണക്കേടാണ് എനിക്കുണ്ടാവണത്? ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലേ, ഞാൻ സന്തോഷിക്കുന്നില്ലേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ രീതി ഇങ്ങനെ ആയതുകൊണ്ട് ഞാനെല്ലാത്തിനും നെവർ മൈൻഡ് ചെയ്യുന്ന ഒരാളാണ്. ആരെന്ത് പറഞ്ഞാലും നെഗറ്റീവായ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് തള്ളും. എനിക്ക് എൻ്റേതായ ശരികൾ മാത്രമുള്ള ആ ശരികളിൽ
നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കതിലൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തോന്നേണ്ട ആവശ്യമില്ല. ഞാൻ മാന്യമായൊരു ജോലി തന്നെയാണ് ഈ പച്ചക്കറി എടുത്തു കൊണ്ടുവന്ന് അരിഞ്ഞ് കൊടുക്കുക എന്നുള്ള മാന്യമായൊരു ജോലിയിൽ പെടുന്ന ഒന്നാണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടുമാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഹാർഡ് വർക്കാണ് സംഭവിച്ചു, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം പച്ചക്കറി മാർക്കറ്റിൽ പോയി നമ്മളിത് എടുത്ത് കൊണ്ടുവന്ന് അരിഞ്ഞിട്ട് ക്ലീനാക്കി അരിഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, അത് ഏത് ജോലിക്കാണല്ലോ അതിൻ്റേതായ കഷ്ടപ്പാടുണ്ടാവില്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യുന്നതെന്നു വെച്ചാൽ സൗണ്ട് ഇടറി തുടങ്ങുമ്പോഴാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. അത് ചെയ്യുന്നതിന് നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ആൾക്കാരോട് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ചിലവിൽ നന്നേക്കാൻ പറയാത്ര തന്നെ അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ താമസിക്കുന്ന വാടകയ്ക്കാണ്. അവിടുത്തെ വാടക 8,500 അപ്പോൾ ഇനിയും എനിക്ക് മുന്നോട്ട് പോകണ്ടേ, ഇനിയും മാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ മാസങ്ങളെല്ലാം ഈ 8,500 വെച്ച് വാടക കൊടുക്കേണ്ടത് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മുന്നോട്ട് കണ്ടിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. പിന്നെ അടുത്ത മാസം സ്കൂൾ തുറക്കുവാണ്, അതൊരു കാര്യമാണ്. എല്ലാ മക്കൾക്കും സ്കൂൾ തുറക്കുവാണ്, അതൊരു കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ചിലവ് കാര്യങ്ങളെല്ലാം. എനിക്കിന്ന് വരെ ഇപ്പോൾ 10ാം ക്ലാസ് വരെ അപ്പോൾ പഠിച്ചതിൽ സ്കൂൾ തുറക്കുമ്പം ഒരാൾ പോലും ഞാനൊരു പൈസ ഒന്നും ചോദിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന വീട്ടിൽ നിന്ന് നിങ്ങൾക്കറിയാം, അച്ഛനുണ്ടോ അമ്മയുണ്ടാവും, അല്ല അമ്മയുടെ അച്ഛനും അമ്മയുണ്ടാവും, അല്ല അച്ഛൻ്റെ വീട്ടുകാരുണ്ടാവും, അമ്മയുടെ വീട്ടുകാരുണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ 2 പേര് മാത്രമേ ഉള്ളൂ. വേറെ ആരെയും ഞങ്ങൾ ഇതിലേക്ക് ഇടപെടി ചെയ്യില്ല കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇവൻ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു കൈസഹായം ഇല്ലാതിരുന്നവർ ആരെയും ഞാൻ ഫാമിലിക്ക് വരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അപ്സെറ്റ് ചെയ്യില്ല. എത്ര ഉള്ളു അത് കഴിഞ്ഞു പോയ കാലമല്ലേ, അല്ല അവരങ്ങനെ ചെയ്തില്ലേ. എൻ്റെ അവസ്ഥയിൽ എന്നെ അന്ന് പരിഗണിക്കാത്ത ഒരാളെയും, അത് അപ്പനാണേലും അമ്മയാണേലും ആരാണേലും ഞാൻ അലൗഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് വിശ്വസിക്കാണ്ടോ അല്ലെ എൻ്റെ കൂടെ നിൽക്കാത്ത വ്യക്തികൾ അതാര് തന്നെയാണേലും കട്ട് ചെയ്തിരിക്കും. കട്ട് ചെയ്തുള്ളൂ, പേസ്റ്റിംഗ് ഇല്ല അവിടെ. അപ്പം ഇതൊക്കെയാണ് പച്ചക്കറി കച്ചവടത്തിലെ വിശേഷങ്ങൾ. പിന്നെ വയ്യാണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാതെ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്കറിയാം, ഓൾമോസ്റ്റ് എൻ്റെ സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ 3 മാസമായിട്ടുള്ളൂ, ഇനിയുണ്ട് 6 മാസത്തോടെ. അപ്പം എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ചൊരു ടൈം എടുത്തിട്ടേ ചെയ്യുള്ളൂ. കാരണം ഫുൾ ഓക്കെ അത് ഞാൻ ചെയ്യില്ല. ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്തു നാളെ ഞാൻ ഉണ്ടാവില്ല, അങ്ങനെ വേണ്ട. നിൽക്കുമ്പോൾ കണ്ടിന്യൂ ഒരു 3-4 ദിവസം നിൽക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ്, എന്നത്തേനാ എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക കേട്ടോ. കാരണം നല്ലതാണ്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമുക്കിപ്പോൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. ഞാൻ ആരാണേലും നല്ലത് വരാനും അല്ലെ നല്ലതുമാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇന്നോളം അങ്ങനെയാണ് വെച്ചാൽ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരോടാണെങ്കിലും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഇങ്ങനെ ഞാൻ നല്ലത് മാത്രമാണ് പറഞ്ഞു കൊടുക്കാറ്. കൂടുതലും ബിസിനസ് വളരുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിക്കാറ്. അപ്പം അല്ലാതെ മോശമായൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ, ഇനി ഒരാളുടെ നിന്ന് പൈസ മേടിച്ച് ജീവിച്ചോ അല്ലെ ഇങ്ങനെ മേടിക്കുക ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ മേടിക്കുക അങ്ങനെയൊന്നും ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കാറില്ല. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളത് അറിഞ്ഞ് ചിലവാക്കുക എന്നുള്ളതാണ്. പിന്നെ അറിഞ്ഞ് ചിലവാക്കുന്നതിനോട് എനിക്കും വലിയ താല്പര്യമില്ല. അറിഞ്ഞ് ചിലവാക്കുക എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് ചിലവാക്കാതിരിക്കും. കാരണം നമ്മുടെ കൂടെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, നമ്മൾ കൂടെ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് വേണ്ടി കൂടെ വരുമ്പോൾ അവർക്ക് വേണ്ടി ചിലവാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്നാ വെച്ചാൽ നമുക്ക് ഇല്ലെങ്കിൽ ചിലവ് ചുരുക്കി ജീവിക്കാനല്ല ഞാൻ പറയണേ. അതിനത്രയും ഉണ്ടാക്കാൻ ശ്രമിക്കണം, അത്രത്തോളം ഉണ്ടാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അല്ല അയ്യോ ഇല്ല എന്നാൽ ഇങ്ങനെ മതി അങ്ങനെ മതി എന്ന് പറഞ്ഞ് ജീവിക്കുക അല്ല വേണ്ടത് കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുക, ശ്രമിക്കുക, ജീവിക്കുക. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം കൂടി ഇങ്ങനെ കിടക്കട്ടെ, ഫോൺ നോക്കി പിടിച്ച് കിടക്കാം, അത്ര. ബൈ.